തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാരാജ്. പ്രതിപക്ഷ നേതാവ് നൽകിയ ലൈസൻസിൽ പോലീസുകാരെ സംഘടിതമായി ആക്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം തലസ്ഥാനത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഏത് നിലയിലായിരുന്നു പ്രവർത്തകർ സമരത്തെ കൈകാര്യം ചെയ്തത്? പോലീസിന് നേരെ നടത്തിയ അതിക്രമം, വിശദമായ വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുകയാണ്. അക്രമം നടത്താനുള്ള ആസൂത്രിതമായ നീക്കവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വി.ഡി. സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിലേക്ക് പരിസരത്തേക്ക് എത്തുന്ന സമയം മുതൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പരക്കെ അക്രമം അഴിച്ചുവിട്ടു. പോലീസിന് നേരെ വലിയ പ്രകോപനം ഉണ്ടാവുകയും പോലീസ് സംയമനം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും പാലിക്കുകയും ചെയ്ത ഒരു കാഴ്ചയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. വലിയ മരപ്പലകകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അക്രമം അഴിച്ചുവിട്ടത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു. തുടർന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്ന മട്ടിൽ നടത്തിയ സമരം വലിയ തരത്തിൽ അക്രമാസക്തമാകുന്നതും പോലീസിന് നേരെ, വനിതാ പോലീസുകൾക്ക് നേരെയൊക്കെയും വലിയ തരത്തിൽ അതിക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 38 പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ 23 പേർക്കെതിരെയും മ്യൂസിയം സ്റ്റേഷനിൽ 15 പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. വിജിൻ വായാന്തോട് തന്നെ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിജിൻ, കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ, വിശദാംശങ്ങൾ? അസിത, തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസും അതുപോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളുമായിട്ടാണ് ഈ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. 38 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ 23 പേർക്കെതിരെയും മ്യൂസിയം സ്റ്റേഷനിൽ 15 പേർക്കെതിരെയുമാണ് കേസ്. കണ്ടാലറിയാവുന്ന 300-ഓളം പേരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. PDPP ആക്ട് ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിനെ ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി സംഘം ചേരൽ എന്നിവയാണ് ഇവർക്കെതിരായി പ്രധാനമായും ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പിങ്ക് പോലീസിനെ വാഹനം അടിച്ചു തകർത്തു എന്ന കേസും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും 300-ഓളം വരുന്ന പ്രവർത്തകർക്ക്, കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 22-ഓളം പ്രവർത്തകരാണ് നിലവിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അക്രമം നടത്തിയ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു കൊണ്ടുപോകും വഴി വാഹനം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പ്രവർത്തകരെ പുറത്തെത്തിച്ച് DCC ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ ചെയ്തത്. അതിനുശേഷം ഈ 2 പേരെ അറസ്റ്റ് ചെയ്യാതെ പിന്മാറില്ല എന്ന ഒരു നിലപാടുമായി പോലീസ് രംഗത്തെത്തിയതോടെയാണ് DCC ഓഫീസ് പരിസരത്ത് കൂടുതൽ സമയം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ അകത്ത് നിർത്തി അതിന് പുറത്ത് നേതാക്കളും പ്രവർത്തകരും അണിനിരക്കുകയായിരുന്നു. അതിനുശേഷം ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ 2 പേർ ഹാജരായി. അതിനുശേഷമാണ് പോലീസ് DCC ഓഫീസിൽ നിന്നും പിന്മാറിയത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയ കേസ്. സംസ്ഥാന തലസ്ഥാനത്തിൽ പോലീസിനെതിരെ വലിയ തരത്തിലുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങൾ, പലക ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് വനിതാ പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിൽ ആണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ 22-ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പുറമെയാണ് 2 പേർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കണ്ടോൺമെന്റ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിലുമായിട്ടാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.